കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ആമസോണിൻ്റെ ഫ്രീഡം സെയിലിൽ ടി വികളുടെ റേറ്റാണ് കമ്പയർ ചെയ്തത്. അതായത് ടി വികളുടെ നിലവിലെ ഓഫർ പ്രൈസും കാര്യങ്ങളും ചെക്ക് ചെയ്ത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഒരു പർട്ടിക്കുലർ കാറ്റഗറിയിലല്ല, എല്ലാ കാറ്റഗറിയിലും കൂടെ പ്രോഡക്റ്റ് നമ്മൾ കുറച്ചൊന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്ന പ്രോഡക്റ്റുകളിൽ നിന്ന് നോക്കിയാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഒരു 10 പ്രോഡക്റ്റ് ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രൈസ് നമുക്ക് കമ്പയർ ചെയ്യാം. അപ്പോൾ നമ്മൾ ശരിക്കും ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്രോഡക്റ്റിൻ്റെ റീസെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് നാളത്തെ ഉള്ള പ്രൈസ് നമുക്ക് ഹിസ്റ്ററി ചെക്ക് ചെയ്യാൻ പറ്റും. ആ ഹിസ്റ്ററി വെച്ചിട്ട് നിലവിലെ പ്രൈസ് അവർ തരുന്നത് ജെന്യൂൻ ഓഫറാണോ അതോ നോർമൽ ഓഫറിൽ നിന്ന് ചെറിയ വലിയ വേരിയേഷനൊക്കെ ഉള്ളൂ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പം പ്രൈസ് ലെവലിലുള്ള കമ്പാരിസൺ നമ്മൾ ഉദ്ദേശിക്കുന്നത്, അല്ലാതെ പ്രോഡക്റ്റിൻ്റെ റിവ്യൂ അല്ല. അപ്പോൾ നമുക്ക് പ്രോഡക്റ്റ്സ് ചെക്ക് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ആദ്യം എടുത്തേക്കുന്ന ഇത് ഫയർ ടി വി ആണ്. ഫയർ ടി വി സ്റ്റിക്ക് പ്രൈസ് ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ഓഫർ പ്രൈസ് 2,999 ആണ്. അത് നമുക്ക് ഇതിൻ്റെ ഹിസ്റ്ററി ചെക്ക് ചെയ്യുമ്പോഴത്തേനും കാണാം. ഏറ്റവും ടോപ്പ് പ്രൈസ് വിൽക്കുന്നത് 4,990 ആണ്. ആവറേജ് 3,773 രൂപ വരെ വന്നിട്ടുണ്ട്. ലോവസ്റ്റ് ആയിട്ട് 2,199 ആണ്. ആമസോണിൻ്റെ സ്റ്റിക്ക്, ഫയർ ടി വി സ്റ്റിക്ക്, എക്കോ ഡോട്ട് അങ്ങനെയുള്ള ആമസോൺ പ്രോഡക്റ്റുകൾ നമുക്ക് ഓഫർ വരുന്ന സമയത്ത് മേടിക്കുന്നതിൽ ഒരു കുഴപ്പമില്ല. കാരണം വെച്ചാൽ അതിൻ്റെ ഒരു ജെന്യൂൻ പ്രൈസാണ്. കാരണം എപ്പോഴും ഈ പ്രോഡക്റ്റിന് ഓൾമോസ്റ്റ് ഏകദേശം 4,000 ആണ് റേഞ്ച് നിൽക്കാറുള്ളത്. അപ്പം ഇപ്പോൾ കാണിക്കുന്നത് 2,999 ആണ്. പിന്നെ വേറൊരു കാര്യം നോക്കാനുള്ളത്, ഈ പ്രോഡക്റ്റ് മിക്കവാറും നല്ല ഒരു 90% ചാൻസും അടുത്ത സെയിലിൽ, അതായത് ഒക്ടോബറിലെ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലിന് ഇത് ഈ പ്രൈസിൽ തന്നെ കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ കാണിച്ചിരിക്കുന്ന 2,999 ആണെങ്കിലും ഈ പ്രൈസിൽ കിട്ടാൻ 90% ചാൻസ് ഉണ്ട്. കാരണം എല്ലാ സെയിലിലും ഇവർ ഈ പ്രൈസിനാണ് വയ്ക്കുന്നത്. ആമസോൺ പ്രൈം ഡേ സെയിൽ എന്നൊക്കെ വരുന്ന സമയത്തെല്ലാം ഈ 2,199 വയ്ക്കുന്നത്. ഇതിപ്പോൾ ഇപ്പോൾ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കാരണം ഇപ്പോൾ എടുത്താൽ നിങ്ങൾക്ക് 2,999 കിട്ടും. ഇനി അതല്ല, നിങ്ങൾ 2 മാസം കൂടെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും 2,199 കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ പ്രൈസിൻ്റെ കൂടെ കാർഡ് ഓഫറോട് വരുമ്പോഴത്തേക്കും ചിലപ്പം ഒരു കുറച്ചുകൂടെ കുറവ് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ എങ്കിലും ഇത് ജെന്യൂൻ പ്രൈസ് തന്നെയാണ്. നമുക്ക് ഓഫർ പ്രൈസായിട്ട് തന്നെ കണക്കാക്കാം. അടുത്ത നമുക്ക് സാംസങ്ങിൻ്റെ ഗാലക്സി S21 FE 5G. അതിൻ്റെ ഹയസ്റ്റ് പ്രൈസ് 50,000 ആണ്. ആവറേജ് വന്നിരിക്കുന്നത് 35,047 രൂപ. ഇപ്പോൾ കാണിച്ചിരിക്കുന്ന പ്രൈസ് 25,990. അതിൻ്റെ ലോവസ്റ്റ് പ്രൈസും അത് തന്നെയാണ്. മുമ്പ് ലോവസ്റ്റ് അയക്കുന്ന ഏകദേശം ഇപ്പം തന്നെയാണ് ഈ സെയിലിൽ തന്നെയാണ് ഏറ്റവും കുറവ് വന്നേക്കുന്നത് ഇപ്പോൾ. അപ്പം ഇത് പ്രൈസ് ഹിസ്റ്ററി നോക്കുമ്പോഴത്തേനും ഒരു ജെന്യൂൻ ഓഫറാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ കൂടെ ഈ പറഞ്ഞ പോലെ കാർഡ് ഓഫർ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ഡിഫറൻസ് കൂടെ നിങ്ങൾക്ക് എന്തായാലും കിട്ടും. അപ്പം ഓഫർ പ്രൈസിൻ്റെ കേസിൽ നോക്കുമ്പം ഇത് ജെന്യൂൻ ഓഫറാണ്. ഇനി അടുത്തത് IQ Z9 Lite 5G. അത് 11,499. ഓക്കെ, അതിൻ്റെ എപ്പോഴും ഉള്ള പ്രൈസ് തരും. ഇത് ശരിക്കും പറഞ്ഞാൽ ഓഫർ എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഹയസ്റ്റ് പ്രൈസും ആവറേജ് പ്രൈസും ലോവസ്റ്റ് പ്രൈസും എല്ലാം സെയിം തന്നെയാണ്. ഏകദേശം കൺസിസ്റ്റൻ്റ് ആയിട്ടാണ്. അത് ശരിക്കും ഓഫറൊന്നുമല്ല, ഒരു ഫ്രീഡം സെയിലില്ലാത്ത പ്രോഡക്റ്റ് ഇട്ടേക്കുന്നത് മാത്രമേ ഉള്ളൂ. പ്രൈസ് സെയിം പ്രൈസാണ്. പിന്നെ ഇതിനകത്ത് ആകപ്പാട് നിങ്ങൾക്ക് കാർഡിലുള്ള ഓഫറിൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ഇതൊരു ഓഫറായിട്ട് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. അപ്പം അല്ലാതെ നിങ്ങൾക്ക് മേടിക്കണമെങ്കിൽ മേടിക്കാം. പക്ഷേ ഒരു ഓഫർ ലെവലിൽ ഇത് ഇവർ പറയുന്ന ഗ്രേറ്റ് ഫ്രീഡം സെയിലിൻ്റെ അകത്ത് പെടുന്നതല്ല. അടുത്തത് നമുക്ക് OnePlusൻ്റെ ബഡ്സ് 3 ആണ്. ഈ TWSൻ്റെ വില ഇപ്പോഴത്തെ നിലവിലെ വില 4,998. ആവറേജ് 5,485 വന്നിട്ടുണ്ട്. 5,499 ആണ് ഹയസ്റ്റ് പ്രൈസ്. ഓക്കെ, ഒരു 500 രൂപയുടെ കുറവാണ് ഇത് കാണിച്ചേക്കുന്നത്. ഒരു വലിയ ഓഫർ എന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ ഒരു പക്ഷേ അടുത്ത സെയിലിൻ്റെ സമയത്ത് കുറച്ചുകൂടെ കുറയാൻ സാധ്യതയുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. കഴിഞ്ഞ ഏപ്രിലാണ് 4,000. ഓക്കെ, ഇത് കാര്യമായിട്ട് കുറഞ്ഞിട്ടില്ല ഈ പ്രൈസ്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് കുറവ് പ്രതീക്ഷിക്കേണ്ട. എങ്കിലും ചിലപ്പം അടുത്ത സെയിലിൻ്റെ സമയത്തിൽ എന്തെങ്കിലും മാറ്റം വരാൻ സാധ്യതയുണ്ട്. പക്ഷേ എന്നിരുന്നാലും 500 രൂപ കുറവുണ്ട്. അത് ജെന്യൂൻ പ്രൈസ് തന്നെയാണ്. അടുത്തത് പൊക്കോ ബഡ്ജറ്റ് ഫോണാണ്. പൊക്കോ C65. അതും 7,299. ഓക്കെ, ലോവസ്റ്റ് ഇതിനു മുമ്പ് വന്നിരിക്കുന്നത് 7,498. 8,990 ആണ് ഹൈസ്റ്റ് പ്രൈസ്. അത് പ്രൈസ് ഏകദേശം മെയ് തൊട്ട് ഈ റേഞ്ചിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ അതൊരു ഹിസ്റ്ററി വെച്ച് നോക്കുമ്പം ഹയസ്റ്റ് പ്രൈസിൽ ഡ്രോപ്പ് വന്നെങ്കിലും ഏകദേശം ഒരു 3-4 മാസമായിട്ട്, അല്ലെങ്കിൽ മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് 3 മാസമായിട്ട് ഈ സെയിം പ്രൈസ്. അപ്പോൾ ഒരു ഓഫർ പ്രൈസ് എന്നായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റത്തില്ല. കാർഡിൽ കിട്ടുന്ന ഓഫർ, അതും ഈ 7,299 കാർഡിൽ കാര്യമായ ഓഫറൊന്നും കിട്ടാൻ സാധ്യതയില്ല. ഇവിടെ ഓഫർ ബാങ്ക് കാരണം 10,000 താഴെയാണ്, ഒത്തിരി ഓഫർ കിട്ടില്ല. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓഫറിനകത്ത് പെടുന്നതേ അല്ല. ഇവർ ഗ്രേറ്റ് ഫ്രീഡം സെയിൽ എന്നൊക്കെ കൊടുത്തിരിക്കുന്നുള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ശരിക്കും ഒരു
ഒരു ഓഫർ പ്രൈസായിട്ട് കണക്കാക്കണ്ട, നോർമൽ പ്രൈസ് തന്നെയാണിത്. അടുത്തത് റിയൽമി നർസോ 70 5G. അതും ബാങ്ക് ഓഫറില്ലോട്, ബാങ്ക് ഓഫറിലേക്ക് വന്നാൽ 20,000 മുകളിലോട്ടുള്ളതെന്ന് തോന്നുന്നു. ഇത് 12,998. ഓക്കെ, പ്രൈസ് വൈസ് കുറവാണ്, കാരണം ആവറേജ് 15,000 ഉള്ളതാണ്. അപ്പോൾ അതിൽ പ്രൈസ് ലെവലിൽ ഓഫർ തന്നെയാണ്. ഹിസ്റ്ററിക്കകത്ത് നോക്കി കഴിഞ്ഞാലും ഓക്കെ, കൺസിസ്റ്റൻ്റ് ആയിട്ടാണ് ഏകദേശം ജൂൺ 2024 വരെ 14,999 നിന്നിട്ട് വീണ്ടും കുറഞ്ഞു, വീണ്ടും 15,000 വീണ്ടും ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ ഓക്കെ, കുറവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ പ്രൈസിൽ നിന്ന് കുറവ് തന്നെയാണ്. ഏകദേശം നിങ്ങൾക്ക് ഒരു 2,000 ചില രൂപയുടെ 2,500 രൂപയുടെ ഡിഫറൻസ് എന്തായാലും ഉണ്ട്. പിന്നെ കാർഡ് ഓഫർ ഒന്നും ഇതിൽ ആപ്ലിക്കബിൾ അല്ല, അതുകൊണ്ട് അഡീഷണൽ ഓഫർ കിട്ടത്തില്ല, ഈ പ്രൈസിന് തന്നെ മേടിക്കേണ്ടി വരും. ഓക്കെ, ഓഫർ പ്രൈസ് ലെവലിൽ ജെന്യുവിൻ ആണെന്ന് പറയാം. പിന്നെ വരുന്നത് iQOO Z7 Pro 5G. അതും ഓക്കെ 21,000 ആണ്, ആവറേജ് 23,813 ആണ് കാണിക്കുന്നത്. ഓക്കെ, നമ്മുടെ പ്രൈസ് ഹിസ്റ്ററി വൈസ് നോക്കുമ്പോഴത്തേന് കുറവുണ്ട്. ഓവറോൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജനുവരി 2024 ജനുവരി വരെ 24,000 ഉണ്ടായിരുന്നു, പിന്നെ ഡ്രോപ്പ് ആയി വീണ്ടും മെയ്യിൽ 21,999 വരെ വന്നതാണ്. ഓക്കെ, അതിനുശേഷം വീണ്ടും കൂടി കുറഞ്ഞു, ഇപ്പോൾ ഏറ്റവും ഡ്രോപ്പ്. ഓക്കെ, അപ്പോൾ പ്രൈസ് വൈസ് നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും കുറവ് വന്നേക്കുന്നത് ഇപ്പോഴാണ്. അപ്പം ഓഫർ പ്രൈസിൻ്റെ ഹിസ്റ്ററി വെച്ച് നോക്കുമ്പം ഇത് ജെന്യുവിൻ ഓഫറാണ്, കൺസിഡർ ചെയ്യാം. അതുപോലെ തന്നെ ഒരു പക്ഷേ iQOOനൊക്കെ മിക്കവാറും ഒക്ടോബറിലെ സെയിലിൽ ഓഫർ വരാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അന്നേരം വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ മേടിച്ചാൽ ചിലപ്പോൾ ഒരു പക്ഷേ 1,000 രൂപയുടെയൊക്കെ അല്ലെങ്കിൽ 2,000 രൂപയുടെയൊക്കെ ഡിഫറൻസ് വരാൻ സാധ്യതയുണ്ട്. വലുതായിട്ട് ഡിഫറൻസ് നോക്കണ്ട, മൊത്തത്തിൽ റെഗുലർ പ്രൈസിൽ നിന്ന് ഒരു 3,000-4,000 ഒക്കെ വരാൻ സാധ്യതയുള്ളൂ. ഇപ്പോൾ ഓൾറെഡി ഒരു 3,000 രൂപയോളം കുറവുണ്ട്. അപ്പോൾ ഒരു എങ്ങനെയാലും കുഴപ്പമില്ല, ഇപ്പം മേടിച്ചാലും പ്രശ്നമില്ല. സെയിലിൻ്റെ സമയത്തും എന്തായാലും ഈ പ്രൈസിൽ അല്ലെങ്കിൽ ഇത് താഴെ കിട്ടാൻ സാധ്യതയുണ്ട്. ഇനി അടുത്തത് നമുക്ക് ഓക്കെ വാച്ചാണ്, സ്മാർട്ട് വാച്ച് ബോട്ട് വേവ് സിഗ്മ 3. അതിന് ഓക്കെ 1,099 ആണ്, ആവറേജ് 1,868. ഓക്കെ, അതൊരു നല്ല ഓഫർ തന്നെയാണ്. കാരണം വെച്ചാൽ ഏകദേശം 800 രൂപയോളം കുറവുണ്ട്. ഓക്കെ, അത് നമുക്ക് ധൈര്യമായിട്ട് മേടിക്കാവുന്ന ഓഫറാണ്. ഹിസ്റ്ററി നോക്കുമ്പോഴത്തേന് ഹിസ്റ്ററി ബേസ് നോക്കുമ്പം പ്രൈസ് കാര്യമായിട്ട് കുറഞ്ഞിട്ടില്ല. ഇവർ റെഗുലർ പ്രൈസ് എനിക്ക് തോന്നുന്നത് മെയ് വരെ ഈ റേഞ്ചിൽ നിന്നിട്ട് പിന്നെ ഡ്രോപ്പ് ചെയ്തു. ഓക്കെ, എന്നാൽ ശരിയാണ്, 15,990 ഒരു വേരിയേഷൻസ് എപ്പോഴും ഉണ്ടായിരുന്നു കേട്ടോ. ജൂലൈയിൽ 11,000, ജൂലൈയിലും സെയിൽ ചെയ്തത് എനിക്ക് തോന്നുന്ന ലാസ്റ്റ് സെയിലിൻ്റെ സമയത്ത് അവർ ഈ 11,799 കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു വലിയ ജസ്റ്റ് റീസെൻറ്റ് ഹിസ്റ്ററിക്കകത്ത് വലിയ കുറവില്ല, എങ്കിലും ഓവറോൾ നോക്കുമ്പോൾ കുറവ് തന്നെയാണ്. പക്ഷേ കുഴപ്പമില്ല, 1,099 രൂപയുള്ളൂ, കൺസിഡർ ചെയ്യാവുന്നതാണ്. സെയിലിൻ്റെ നെക്സ്റ്റ് സെയിലിൻ്റെ സമയത്ത് ഏകദേശം ഈ റേഞ്ചിൽ തന്നെ വരാൻ സാധ്യതയുള്ളൂ, ഒരുപാടൊന്നും കുറയത്തില്ല. കാരണം ഈ ഒരു വിലയുടെ വാച്ച്, അതായത് 1,800 രൂപയുടെ വാച്ച് 1,000 രൂപയ്ക്ക് 1,200 രൂപയ്ക്കായിരുന്നു. അപ്പോൾ പിന്നെ അതിൽ നിന്ന് ഒരുപാട് താഴത്തില്ല, കൂടിപ്പോയത് 999 ആ റേഞ്ചിൽ നെക്സ്റ്റ് സെയിലിന് വരാൻ സാധ്യതയുണ്ട്. ഇനി അടുത്തത് ഓക്കെ ബോട്ടിൻ്റെ എയർ ഡ്രോപ്സ് 141. ഇത് ഏറ്റവും കൂടുതൽ സെയിൽ നടന്നിട്ടുള്ള ഇയർബഡാണ്. ഇത് ഇപ്പോൾ പറയുന്നത് 899. ഓക്കെ, ഇത് എപ്പോഴും സെയിൽ വരുന്ന സമയത്ത് കൊടുക്കുന്ന പ്രൈസാണ്. ഒന്നെങ്കിൽ 899 അല്ലെങ്കിൽ 999 ഈ ഒരു പ്രൈസിലാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് നല്ല ഓഫർ ഉണ്ട്, കാരണം ഇതിലങ്ങനെ ഇത് കൂടുതലായിട്ട് കുറയാറില്ല. ആവറേജ് 1,183. അപ്പോൾ ഏറ്റവും കുറവ് 898. ഏകദേശം ഈ സെയിൽ ഈ പ്രൈസ് തന്നെ ഹിസ്റ്ററി ആക്കി കഴിഞ്ഞാലും വേരിയേഷൻ എപ്പോഴും. കാരണം ഈ പ്രോഡക്റ്റ് എല്ലാ സെയിലിൻ്റെ സമയത്തും കുറയ്ക്കാറുണ്ട് വരും. വർഷങ്ങളായിട്ടുള്ള പ്രോഡക്റ്റാണ്, ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതാണ്. നല്ല അതായത് ആ ഒരു പ്രൈസിന് നല്ല ക്വാളിറ്റിയുള്ള ഡിവൈസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൈസിൽ 899 ഒരു കുഴപ്പമില്ല, മേടിക്കാവുന്നതാണ്. പിന്നെ ഇത് എന്തായാലും നെക്സ്റ്റ് സെയിലിൻ്റെ സമയത്തും ഈ ഒരു സെയിം പ്രൈസ് തന്നെ കിട്ടും. അതായത് നിങ്ങൾക്ക് 899 രൂപയ്ക്ക് അല്ലെങ്കിൽ 800 രൂപയ്ക്ക് ഉറപ്പായിട്ടും കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഇത് എല്ലാ സെയിലിൻ്റെ സമയത്തും ഈ പ്രൈസിലേക്ക് ഇവർ ഡ്രോപ്പ് ചെയ്യാറുണ്ട്. പക്ഷേ നോക്കിക്കഴിഞ്ഞാൽ എപ്പം സെയിൽ നടത്തിക്കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്നതുമാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മേടിക്കാം, പ്രശ്നമൊന്നുമില്ല, ധൈര്യമായിട്ട് മേടിക്കാം. ഇനി അടുത്തത് OnePlus Bud 3. ഇതിന് 4,998 രൂപയാണ്, ആവറേജ് 5,485 ഓക്കെ, ഒരുപാട് കുറവൊന്നുമല്ല, 500 ഡിഫറൻസേ ഉള്ളൂ. രജിസ്റ്റർ നോക്കിക്കഴിഞ്ഞാൽ കൺസിസ്റ്റൻ്റായിട്ട് എപ്പോഴും ഏകദേശം 5,498 പോയിക്കൊണ്ടിരുന്നത്. ഒരു പ്രാവശ്യം മാത്രം മെയ് 2024 4,990 വീണ്ടും ഇപ്പോഴാണ്.
ഓക്കെ, അത് ഓഫർ ലെവലിൽ നോക്കുമ്പോൾ ഒരു 500 രൂപ ഡിഫറൻസ് ഉണ്ട്. പക്ഷേ ഒരു വലിയ ഡിസ്കൗണ്ട് എന്ന് പറയാനില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നെക്സ്റ്റ് സെയിലും ഒരു 500 അല്ലെങ്കിൽ 1000 രൂപ, 500 രൂപ ഇപ്പോൾ കുറഞ്ഞ സ്ഥിതിക്ക് എന്തായാലും നെക്സ്റ്റ് സെയിലിന് 1000 രൂപയെങ്കിലും കുറയാൻ സാധ്യതയുണ്ട്. അപ്പം ഇപ്പം മേടിച്ചാലും കുഴപ്പമില്ല, 500 രൂപയുടെ ഡിഫറൻസും കിട്ടും. പിന്നെ നെക്സ്റ്റ് സെയിലിൻ്റെ സമയത്താണെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ 1000 രൂപയെങ്കിലും കുറയാൻ സാധ്യതയുണ്ട്. അപ്പം പ്രശ്നമില്ല, ഇത് ഓഫർ ബേസിൽ ഒരു 500 രൂപ ഡിസ്കൗണ്ട് ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ ഏകദേശം അവരുടെ ബെസ്റ്റ് സെല്ലിംഗ് പ്രോഡക്റ്റിൽ നിന്ന് ഒരു 10 സെലക്ട് ചെയ്തത്, പല കാറ്റഗറിയിൽ നിന്നായിട്ട് 10 സെലക്ട് ചെയ്താണ് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ട് ഡിവൈസുകൾ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് സെക്ഷനിൽ അറിയിച്ച് കഴിഞ്ഞാൽ നമ്മളത് കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പം വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.